ഇനി ചാപ്റ്റർ 1-ലെ ഫസ്റ്റ് എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോളോയിങ് നമ്പർ ലൈൻ ഷോസ് ദ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഓൺ എ പർട്ടിക്കുലർ ഡേ. ഇപ്പോൾ 5 പ്ലേസിലെ ടെമ്പറേച്ചർ ഒരു നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനി താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം നമ്പർ ലൈൻ ശ്രദ്ധിക്കണം. നമ്പർ ലൈനിൽ 5 പ്ലേസസിലെ ടെമ്പറേച്ചറാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതിൽ ഓരോ ഇവിടെ മാർക്ക് ചെയ്ത് ഈ നമ്പർ ലൈൻ അനുസരിച്ചിട്ട് 5 യൂണിറ്റ്സ് ആണ്, 5 ആണ് ഓരോ മാർക്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. 0 കഴിഞ്ഞിട്ട് പിന്നെ 5 ആണ്. അപ്പോൾ 5 വെച്ചിട്ടാണ് ഓരോന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. 5, 10, 15, 20, 25. ലെഫ്റ്റ് സൈഡിലോട്ട് -5, -10 അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ 5 പ്ലേസിലെ ടെമ്പറേച്ചറാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദിസ് നമ്പർ ലൈൻ ആൻഡ് റൈറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദി പ്ലേസസ് മാർക്ക്ഡ് ഓൺ ഇറ്റ്. ഓരോ പ്ലേസിൻ്റെയും കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ എത്രയാണ് നമ്പർ ലൈൻ നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ബാംഗ്ലൂർ നോക്കാം. ബാംഗ്ലൂർ എത്രയാണ്? ഇവിടെ 20 കഴിഞ്ഞിട്ട് 2 ലൈൻസ് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ലൈനുമ്മയാണ്, സെക്കൻഡ് മാർക്കിങ്ങുമ്മയാണ് ബാംഗ്ലൂർ എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ്? ഇവിടെ 20 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് 1 21, 22, 23, 24 ആൻഡ് 25 അങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബാംഗ്ലൂർ എത്രയാണ്? 20 കഴിഞ്ഞ് 21, 22. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഡിഗ്രി സെൽഷ്യസ് ആണ്. 15 ഡിഗ്രി സെൽഷ്യസ്, 20 ഡിഗ്രി സെൽഷ്യസ്, 25 അങ്ങനെ. അപ്പോൾ ബാംഗ്ലൂരിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? 20 കഴിഞ്ഞ് 21, 22. അപ്പോൾ 22 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് എഴുതാം ബാംഗ്ലൂർ 22 ഡിഗ്രി സെൽഷ്യസ്. ബാംഗ്ലൂർ 22 ഡിഗ്രി സെൽഷ്യസ്. ബാംഗ്ലൂരത്തെ 22 ഡിഗ്രിയാണ്. ഇനി അടുത്തത് ഊട്ടി. ഊട്ടി നമ്മൾ നോക്കുക. നമ്പർ ലൈനിൽ എവിടെയാണ് മാർക്ക് ചെയ്തത്? 15 തൊട്ട് മുന്നത്തെ ലൈനിലാണ് മാർക്കിങ്ങിലാണ് ഊട്ടി മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 10 ഇവിടെ 10 ആണ്, 10 15ഉം ഇടയിലാണ്. അപ്പോൾ 10, 11, 12, 13, 14 ആൻഡ് 15. അപ്പോൾ 14ലാണ് ഊട്ടി എടുക്കുന്നത്. അപ്പോൾ ഊട്ടി എത്രയാണ്? 14 ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്തത് ഷിംല. ഷിംല എത്രയിലാണ്? ഷിംല നേരിട്ട് 5 മാർക്കിങ്ങിൻ്റെ അവിടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ഷിംല 5 ഡിഗ്രി സെൽഷ്യസ്. 5 ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്തത് ശ്രീനഗർ. ശ്രീനഗർ എത്രയാണ്? ശ്രദ്ധിക്കണം. ശ്രീനഗർ 0 ലെഫ്റ്റിലേക്കാണ്. 0 ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ -5 ആണ്. 0 കഴിഞ്ഞാൽ ഈ മാർക്കിംഗ് -1, നെക്സ്റ്റ് -2, -3, -4 ആൻഡ് -5. ഇവിടെ ശ്രീനഗർ കിടക്കുന്നത് -1, -2ലാണ്, സെക്കൻഡ് ലൈനിലാണ്. 0 കഴിഞ്ഞിട്ട് സെക്കൻഡ് മാർക്കിങ്ങിലാണ്. സോ ശ്രീനഗർ നെഗറ്റീവ് ഇടാൻ മറക്കരുത്. -2 ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്തത് ലാഹുൽ സ്പിതി. ഇത് നോക്കാം എത്രയാണെന്ന്. -5നും -5നും -10നും ഇടയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ -5 കഴിഞ്ഞാൽ -6, -7, -8ലാണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എഴുതാം -8 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്പർ ലൈനിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹോട്ടസ്റ്റ് ആൻഡ് ദ കോൾഡസ്റ്റ് പ്ലേസസ് എമംഗ് ദി എബോവ്. അപ്പോൾ ഹോട്ടസ്റ്റ് പ്ലേസിൻ്റെയും കോൾഡസ്റ്റ് പ്ലേസിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും കോൾഡസ്റ്റ് പ്ലേസ് ഏതാണ്? ടെമ്പറേച്ചർ ഏറ്റവും കുറഞ്ഞ പ്ലേസ്. അത് തെറ്റിക്കരുത്. ടെമ്പറേച്ചർ കുറഞ്ഞതാണ് കോൾഡസ്റ്റ് പ്ലേസ്. ടെമ്പറേച്ചർ ഏറ്റവും കുറഞ്ഞത് ഏതാണ്? ഏറ്റവും ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴല്ലേ കുറഞ്ഞു വരുന്നത്. സോ ലാഹുൽ സ്പിതിയാണ് ഏറ്റവും ടെമ്പറേച്ചർ കുറഞ്ഞ പ്ലേസ്. ഇനി ഹോട്ടസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ടെമ്പറേച്ചർ ഏറ്റവും കൂടിയ പ്ലേസ് ഏതാണ്? ബാംഗ്ലൂരാണ്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോട്ടസ്റ്റ് ടെമ്പറേച്ചർ കൂടിയ പ്ലേസിൻ്റെ ടെമ്പറേച്ചറിൽ നിന്നും ടെമ്പറേച്ചർ കുറഞ്ഞ കോൾഡസ്റ്റ് പ്ലേസിൻ്റെ ടെമ്പറേച്ചർ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം ഹോട്ടസ്റ്റ് പ്ലേസ് ഏതാണ്? ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരത്തെ ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസ്. മൈനസ് അല്ല, ബാംഗ്ലൂരിന് എഴുതിയതാണ്. ബാംഗ്ലൂർ
22 ഡിഗ്രി സെൽഷ്യസ്. ഇനി കോൾഡസ്റ്റ് പ്ലേസ്, ഏറ്റവും ടെമ്പറേച്ചർ കുറഞ്ഞ പ്ലേസ് അല്ലേ, ലാഹുൽ സ്പിതി. എത്രയാണ്? -8 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയതിൽ നിന്ന് നമുക്ക് കുറഞ്ഞത് മൈനസ് ചെയ്യണം. 22 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് -8 ഡിഗ്രി സെൽഷ്യസ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 22 ഡിഗ്രി സെൽഷ്യസ് -8 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ മൈനസ് ഓഫ് മൈനസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 22 പ്ലസ് 8 നോക്കണം. മൈനസ് ഓഫ് മൈനസ് വന്നതുകൊണ്ട് നമുക്ക് അവിടെ പ്ലസ് ആക്കണം. അപ്പോൾ എത്ര ആൻസർ വരും? 22 + 8 എന്ന് പറഞ്ഞാൽ 30. അപ്പോൾ ഇത് ഏത് ഡിഗ്രി ടെമ്പറേച്ചർ ഏതിലാണ് തന്നിരിക്കുന്നത്? ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹോട്ടസ്റ്റ് ആൻഡ് കോൾഡസ്റ്റ് പ്ലേസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി സെൽഷ്യസ്. അതിൽ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ലാഹുൽ സ്പിതി ആൻഡ് ശ്രീനഗർ. ശ്രീനഗറിലും ലാഹുൽ സ്പിതിയിലും ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. ലാഹുൽ സ്പിതിയിൽ എത്രയാണ് ടെമ്പറേച്ചർ? നമ്പർ ലൈൻ നോക്കി നമ്മൾ ആദ്യത്തെ ക്വസ്റ്റനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലാഹുൽ സ്പിതിയിൽ -8 ഡിഗ്രി സെൽഷ്യസ്. ഇനി ശ്രീനഗറിൽ എത്രയാണ്? ശ്രീനഗർ -2 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ നമ്പർ ലൈൻ നോക്കി ഫസ്റ്റ് ക്വസ്റ്റനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നോക്കി തെറ്റാതെ എഴുതാം. ഇനി ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാണ്? ഇവിടെ ടെമ്പറേച്ചർ കൂടുതലുള്ളത് -2 ആണ്. -2 ഡിഗ്രിയാണ് -8നേക്കാളും വലുത്. നെഗറ്റീവ് നമ്പേഴ്സിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് നമ്പറിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നത്. അപ്പോൾ -2 ആണ് -8നേക്കാളും വലുത്. അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ ലെസ് ചെയ്യണം അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് -2 -8. ടെമ്പറേച്ചർ കൂടുതലുള്ളതിൽ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞത് ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര ആൻസർ വരും? ഇവിടെ -2 -8. സോ അതിനെ പ്ലസ് ആക്കണം. -2 + 8. രണ്ട് ഓപ്പോസിറ്റ് സൈൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ ലെസ് ചെയ്യണം. സോ 8 നിന്ന് 2 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 വരും. വലിയ നമ്പറിൻ്റെ സൈൻ പോസിറ്റീവ്. സോ 6 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ലാഹുൽ സ്പിതിയും ശ്രീനഗറും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് 6 ഡിഗ്രി സെൽഷ്യസ്. അതിൽ നെക്സ്റ്റ് വൺ, ക്യാൻ ബി സേ ടെമ്പറേച്ചർ ഓഫ് ശ്രീനഗർ ആൻഡ് ഷിംല ടേക്കൺ ടുഗദർ ഈസ് ലെസ് ദാൻ ദ ടെമ്പറേച്ചർ അറ്റ് ഷിംല. ഈസ് ഇറ്റ് ഓൾസോ ലെസ് ദാൻ ദ ടെമ്പറേച്ചർ അറ്റ് ശ്രീനഗർ. എന്താ ചോദിച്ചിരിക്കുന്നത്? ശ്രീനഗറിലെയും ഷിംലയിലെയും ടെമ്പറേച്ചർ ഒന്നിച്ചെടുത്താൽ അത് ഷിംലയുടെ ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. ശ്രീനഗറിൻ്റെയും ഷിംലയുടെയും ടെമ്പറേച്ചർ ഒന്നിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ശ്രീനഗറിലെ ഷിംലയുടെ ടെമ്പറേച്ചർ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ശ്രീനഗറിലെ ടെമ്പറേച്ചർ എഴുതുന്നു. ശ്രീനഗറിലെ ടെമ്പറേച്ചർ എത്രയാണ്? നമ്മൾ നേരത്തെ നമ്പർ ലൈൻ നോക്കി എഴുതിയതാണ്. -2 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ഷിംലയുടെ ടെമ്പറേച്ചർ എത്രയാണ്? 5 ഡിഗ്രി സെൽഷ്യസ്. 5 ഡിഗ്രി സെൽഷ്യസ്. ഇത് രണ്ടും ഒന്നിച്ചെടുത്താൽ ഷിംലയുടെ ടെമ്പറേച്ചറിനേക്കാളും ചെറുതായിരിക്കുമെന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ടെമ്പറേച്ചറും നമ്മൾ ആഡ് ചെയ്യുക ആദ്യം. -2 ഡിഗ്രി സെൽഷ്യസ് + 5 ഡിഗ്രി സെൽഷ്യസ്. -2 + 5 ചെയ്താൽ നമുക്ക് എത്ര ആൻസർ വരാം? രണ്ടും ഓപ്പോസിറ്റ് സൈനാണ്. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ ലെസ് ചെയ്യണം. 5 നിന്ന് 2 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. വലിയ നമ്പറിൻ്റെ സൈൻ പോസിറ്റീവാണ്. സോ 3 ഡിഗ്രി സെൽഷ്യസ്. ഈ 3 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഷിംലയുടെ ടെമ്പറേച്ചറിനേക്കാളും ചെറുതാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലെസ് ദാൻ ദ ടെമ്പറേച്ചർ അറ്റ് ഷിംല. Can we say that temperature of Srinagar and Shimla taken together is less than the temperature at Shimla? നോക്കൂ, ഇവിടെ നമുക്ക് രണ്ടും ഒന്നിച്ചെടുത്ത് ആഡ് ചെയ്തപ്പോൾ 3 ഡിഗ്രി സെൽഷ്യസ് ആണ് കിട്ടിയത്. ഷിംലയിലെ ടെമ്പറേച്ചർ എത്രയാണ്? 5 ഡിഗ്രിയാണ്. 5 ഡിഗ്രിനേക്കാളും ചെറുതാണ് 3 ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് നമ്മൾ എഴുതേണ്ടത്? യെസ് എന്നാണ് എഴുതേണ്ടത്. ലെസ് ദാൻ ഷിംല. അതിൽ ഒന്നിച്ചെടുത്താൽ ഷിംലയുടെ ടെമ്പറേച്ചറിനേക്കാളും
ചെറുതായിരിക്കും. ഇനി അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈസ് ഇറ്റ് ഓൾസോ ലെസ് ദാൻ ദ ടെമ്പറേച്ചർ അറ്റ് ശ്രീനഗർ? ശ്രീനഗറിലെ ടെമ്പറേച്ചറിനേക്കാളും ചെറുതാണോ എന്ന്. ആണോ? ശ്രീനഗറിൻ്റെ ടെമ്പറേച്ചർ -2 ഡിഗ്രി സെൽഷ്യസ്, നമ്മൾ ഒന്നിച്ചെടുത്തപ്പോൾ കിട്ടിയത് 3 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ശ്രീനഗറിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും വലുതാണ് നമുക്ക് ഒന്നിച്ചെടുത്തപ്പോൾ കിട്ടിയത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോ. ഈസ് ഇറ്റ് ഓൾസോ ലെസ് ദാൻ ദ ടെമ്പറേച്ചർ അറ്റ് ശ്രീനഗർ? അല്ല, ലെസ് ദാൻ അല്ല. അപ്പോൾ നമുക്ക് എന്തെഴുതാം? നോ. കാരണം നമ്മൾ ഇവിടെ ആൻസർ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 3 ആണ് കിട്ടിയത്. ഇത് ശ്രീനഗറിനേക്കാളും വലുതാണ്, ശ്രീനഗറിലെ ടെമ്പറേച്ചറിനേക്കാളും വലുതാണ്, ഷിംലയിലെ ടെമ്പറേച്ചറിനേക്കാളും ചെറുതാണ്. ഞാൻ നമ്പർ ലൈനിൽ തന്ന ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ക്യൂസ് പോസിറ്റീവ് മാർക്സ് ആർ ഗിവൺ ഫോർ കറക്റ്റ് ആൻസേഴ്സ് ആൻഡ് നെഗറ്റീവ് മാർക്സ് ആർ ഗിവൺ ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ്. ഇഫ് Jack scores in 5 successive rounds were 25, -5, -10, 15 and 10. What was his total at the end? അപ്പോൾ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ കറക്റ്റ് ആൻസറിന് പോസിറ്റീവ് മാർക്സും റോങ് ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്സാണ് കൊടുക്കുന്നത്. അങ്ങനെ ജാക്ക് ഒരു 5 റൗണ്ട് കഴിഞ്ഞപ്പോൾ ജാക്കിന് കിട്ടിയ സ്കോറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ ഈ 5 റൗണ്ട്സും കഴിയുമ്പോൾ ടോട്ടൽ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ കാണണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഈ 5 മാർക്സും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് എഴുതാം ടോട്ടൽ മാർക്സ് അറ്റ് ദി എൻഡ്. ടോട്ടൽ മാർക്സ് അറ്റ് ദി എൻഡ് ഇസ് ഈക്വൽ ടു തന്നിരിക്കുന്ന 5 റൗണ്ട്സിലെ മാർക്ക് നമുക്ക് ആഡ് ചെയ്യണം. 25 പ്ലസ് -5 പ്ലസ് -10 പ്ലസ് 15 പ്ലസ് 10. ഈ 5 മാർക്സ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. 25, 15 പ്ലസ് 10 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 25 പ്ലസ് 15 പ്ലസ് 10 പ്ലസ് ഈ നെഗറ്റീവ് മാർക്സ് നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്യാം. -5 പ്ലസ് -10. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ 25ഉം 15ഉം 10ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര ആൻസർ വരും? 25ഉം 15ഉം ആകുമ്പോൾ 40 വരും, പ്ലസ് 10 ആകുമ്പോൾ 50, പ്ലസ് -5ഉം -10ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ പ്ലസ് -10 ആണ്, അപ്പോൾ രണ്ടും നെഗറ്റീവാണ്. സോ -5 പ്ലസ് -10 -15. -5 പ്ലസ് -10 എന്ന് പറഞ്ഞാൽ -50. 50 പ്ലസ് -50. 50 പ്ലസ് -50 എന്ന് പറഞ്ഞാൽ 50യുടെ സൈൻ പോസിറ്റീവാണ്, 50ൻ്റെ സൈൻ നെഗറ്റീവാണ്. രണ്ട് ഓപ്പോസിറ്റ് സൈൻ വന്നാൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ ലെസ് ചെയ്യണം. 15 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ വരും? 35 വരും. 35ൻ്റെ സൈൻ ഏതാണ്? വലിയ നമ്പറിൻ്റെ സൈൻ. 50 പോസിറ്റീവ് ആയതുകൊണ്ട് 35ഉം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ജാക്കിന് ടോട്ടൽ എൻഡിൽ കിട്ടുന്ന സ്കോർ എത്രയായിരിക്കും? 35. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At Srinagar, temperature was -5 degrees Celsius on Monday and then it dropped by 2 degrees Celsius on Tuesday. What was the temperature of Srinagar on Tuesday? On Wednesday, it rose by 4 degrees Celsius. What was the temperature on this day? അപ്പോൾ ക്വസ്റ്റ്യനിൽ 2 ദിവസത്തെ ടെമ്പറേച്ചറാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൺഡേയിലെ ശ്രീനഗറിലെ ടെമ്പറേച്ചർ -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ട്യൂസ്ഡേ ആയപ്പോഴേക്കും 2 ഡിഗ്രി ഡ്രോപ്ഡ് ബൈ 2 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കുറഞ്ഞു. ട്യൂസ്ഡേ ആയപ്പോഴേക്കും 2 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ട്യൂസ്ഡേയിലെ ടെമ്പറേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ടെമ്പറേച്ചർ ഓൺ ട്യൂസ്ഡേ. നമുക്ക് എഴുതാം ടെമ്പറേച്ചർ ഓൺ ട്യൂസ്ഡേ. മൺഡേയിൽ -5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ട്യൂസ്ഡേ ആയപ്പോഴത്തേക്കും 2 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. -2 ഡിഗ്രി സെൽഷ്യസ്. -5ൽ നിന്ന് -5ൽ നിന്ന് 2 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വരും? അപ്പോൾ രണ്ടും നെഗറ്റീവ് സൈനാണ്. സോ -5 -2 രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്തിട്ട്
സെയിം സൈൻ ഇടണം. സോ 5 + 2 7, രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ്. സോ നമുക്ക് -7 ഡിഗ്രി സെൽഷ്യസ്. ട്യൂസ്ഡേയിലെ ടെമ്പറേച്ചർ മൺഡേനേക്കാളും 2 ഡിഗ്രി ഡ്രോപ്ഡ് ആയി എന്ന് പറഞ്ഞ്, അതായത് 2 ഡിഗ്രി കുറഞ്ഞു. അപ്പോൾ നമ്മൾ മൺഡേയിലെ ടെമ്പറേച്ചറിനേക്കാളും 2 ഡിഗ്രി കുറഞ്ഞു മൈനസ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. -5 ഡിഗ്രി സെൽഷ്യസ് -2 ഡിഗ്രി സെൽഷ്യസ്. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് സൈൻ ഏതാണെന്നുണ്ടെങ്കിൽ അത് ഇടണം. സോ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തപ്പോൾ 7 കിട്ടി, സൈൻ മൈനസ്. സോ ട്യൂസ്ഡേയിലെ ടെമ്പറേച്ചർ -7 ഡിഗ്രി സെൽഷ്യസ്. ഇനി അതിലൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഓൺ വെനസ്ഡേ ഇറ്റ് റോസ് ബൈ 4 ഡിഗ്രി സെൽഷ്യസ്. വാട്ട് വാസ് ദ ടെമ്പറേച്ചർ ഓൺ ദിസ് ഡേ? അപ്പോൾ ട്യൂസ്ഡേയിൽ ഇത് -7 ഡിഗ്രി സെൽഷ്യസിലാണ് നിൽക്കുന്നത്. അത് വെനസ്ഡേ ആയപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് കൂടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ -7 ഡിഗ്രിയുടെ കൂടെ 4 ആഡ് ചെയ്യണം. സോ ടെമ്പറേച്ചർ ഓൺ വെനസ്ഡേ എന്താണ് ചെയ്യേണ്ടത്? ട്യൂസ്ഡേയിൽ -7 ഡിഗ്രി സെൽഷ്യസ് ആണ്. വെനസ്ഡേ ആയപ്പോൾ അത് 4 ഡിഗ്രി സെൽഷ്യസ് കൂടി എന്ന് പറയുന്നത്. സോ 4 ഡിഗ്രി സെൽഷ്യസ് നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വരും? -7 + 4. -7 + 4 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും ഒരെണ്ണത്തിന് നെഗറ്റീവാണ്, ഒരെണ്ണത്തിന് പോസിറ്റീവാണ്. സോ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ ലെസ് ചെയ്യണം. ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ ലെസ് ചെയ്യണം. 7 × 4 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. വലിയ നമ്പറിൻ്റെ സൈൻ നെഗറ്റീവ്. സോ -3 ഡിഗ്രി സെൽഷ്യസ്. വെനസ്ഡേയിലെ ടെമ്പറേച്ചർ -3 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്ലെയിൻ ഈസ് ഫ്ലൈയിങ് അറ്റ് ദ ഹൈറ്റ് ഓഫ് 5000 മീറ്റർ above the sea level. At a particular point, it is exactly above a submarine floating 1200 meter below the sea level. What is the vertical distance between them? ഒരു പ്ലെയിൻ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സീ ലെവലിൻ്റെ 5000 മീറ്റർ മുകളിലാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പ്ലെയിൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഒരു സീയിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്മറൈൻ്റെ നേരെ മുകളിലാവുമെന്നാണ് പറയുന്നത്. അത് ആ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്മറൈൻ സീ ലെവലിൽ നിന്ന് 1200 മീറ്റർ താഴെയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലെയിനും സബ്മറൈനും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പ്ലെയിൻ സീ ലെവലിൻ്റെ 5000 മീറ്റർ മുകളിലായിട്ട് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സബ്മറൈൻ സീ ലെവലിൻ്റെ, ഇതാണ് നമ്മുടെ സീ ലെവലിൻ്റെ താഴോട്ട് 1200 മീറ്റർ താഴെയാണ് ഈ സബ്മറൈൻ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്ലെയിനും സബ്മറൈനും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഈ സീ ലെവലിൽ നിന്ന് 5000 മുകളിലേക്കും 1200 താഴ്ത്തോട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5000-നെയും 1200-നെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കിട്ടും. കാരണം ഇവിടുന്ന് ഇവിടം വരെയുള്ളതാണ് 5000. ഈ സീ ലെവലിൽ നിന്ന് സബ്മറൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 1200. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലെയിൻ ആൻഡ് സബ്മറൈൻ ഈസ് ഈക്വൽ ടു 5000-ഉം 1200-ഉം തമ്മിൽ ആഡ് ചെയ്യാം. 5000-ഉം 1200-ഉം തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് എത്ര ആൻസർ വരികയാണ്? 5 + 1 6. അപ്പോൾ നമുക്ക് എത്ര ആൻസർ വരും? 6,200. ഡിസ്റ്റൻസിന് തന്നേക്കുന്നത് മീറ്ററിലാണ്. സോ 6,200 മീറ്റർ. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലെയിൻ ആൻഡ് സബ്മറൈൻ നമ്മൾ രണ്ട് ഡിസ്റ്റൻസ്, സീ ലെവലിൽ നിന്ന് മുകളിലോട്ടുള്ളതും താഴോട്ടുള്ള ഡിസ്റ്റൻസ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 6,200 മീറ്റർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോഹൻ ഡെപ്പോസിറ്റ്സ് ₹2,000 in his bank account and withdraws ₹1,642 from it the next day. If withdrawal of amount from the account is represented by a negative integer, then how will you represent the amount deposited? Find the balance in Mohan's account after the withdrawal. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? മോഹൻ ബാങ്കിൽ ₹2,000 ഡെപ്പോസിറ്റ് ചെയ്തു. അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ
1642 റുപ്പീസ് വിത്ഡ്രോ ചെയ്തു. പിന്നെ എന്താ പറയുന്നത്, ഈ വിത്ഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ നെഗറ്റീവ് ഇൻറ്റിജറായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിനെ ഏത് ടൈപ്പ് ഇൻറ്റിജറായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇഫ് withdrawal of amount from the account is represented by a negative integer, then how will you represent the amount deposited? Withdrawal എന്ന് പറയുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് പൈസ കുറയാണ് അല്ലേ, ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് കൂടാണ്. അപ്പോൾ കുറയുമ്പോൾ നെഗറ്റീവ് ഇൻറ്റിജറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുമ്പോൾ എന്ത് ഇൻറ്റിജറായിട്ടായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുക, പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റനിൽ ഡൗട്ടില്ല, വിത്ഡ്രോ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഏത് ഇൻറ്റിജർ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും എന്ത് ഇൻറ്റിജറായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ബൈ എ പോസിറ്റീവ് ഇൻറ്റിജർ. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ടിൽ ഇത് പൈസ കൂടാണ് അല്ലേ, അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ഇൻറ്റിജർ, വിത്ഡ്രോ ചെയ്യുമ്പോൾ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക അക്കൗണ്ടിൽ നിന്ന്, അതുകൊണ്ടാണ് അത് നെഗറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ വിത്ഡ്രോ ചെയ്യുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്, ഫൈൻഡ് ദ ബാലൻസ് ഇൻ മോഹൻസ് അക്കൗണ്ട് ആഫ്റ്റർ ദി വിത്ഡ്രോവൽ. അപ്പോൾ മോഹൻ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്, 2000 റുപ്പീസാണ് മോഹൻ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. വിത്ഡ്രോവൽ എത്രയാണ്, വിത്ഡ്രോവൽ ചെയ്തിരിക്കുന്നത് 16,642 റുപ്പീസാണ്. ഇനി നമുക്ക് അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നെഗറ്റീവാണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ, അപ്പോൾ -642. അങ്ങനെയാണെങ്കിൽ മോഹൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര ബാലൻസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബാലൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ബാലൻസ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് വിത്ഡ്രോ ചെയ്തത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വരും, 2000 മൈനസ് 1642. ഇവിടെ നമ്മൾ ഓൾറെഡി വിത്ഡ്രോവൽ ചെയ്തതിനെ നെഗറ്റീവ് സൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എത്ര ആൻസർ വരും, 2000 നിന്ന് 1642 ലെസ് ചെയ്യണം. അപ്പോൾ എത്ര ആൻസർ വരും, 853. അപ്പോൾ നമുക്ക് എത്ര ആൻസർ വരും, റുപ്പീസ് 358. അപ്പോൾ ബാലൻസ് 358 റുപ്പീസ്.